ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ പോകുന്നത് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിലെ ഒരു വനപാതയിലൂടെയാണ്. കുളത്തൂപ്പുഴയിൽ നമ്മുടെ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രമൊക്കെ പിന്നിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് സഞ്ചരിക്കുന്ന സമയത്ത് നമുക്കറിയാം കിഴക്കൻ മേഖലയാണ്. അപ്പോൾ കിഴക്കൻ മേഖലയിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയൊക്കെ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ കാടിന് നടുവിലൂടെയുള്ള ഈ ഒരു റോഡിലൂടെ അധികം വാഹനങ്ങളൊന്നുമില്ല, ഒരു യാത്രയാണ്. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കറിയാം കൗതുകകരമായിട്ടുള്ള നിരവധി കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്നു. ഇടയ്ക്ക് ഒരു ആനവണ്ടിയൊക്കെ കടന്നു പോകുന്നത് ശരിക്കും നല്ലൊരു ഭംഗിയാണ്, നല്ലൊരു ഫീല് നൽകുന്ന ഒരു യാത്രയാണ്. ഒരുപക്ഷെ നമ്മൾ എത്തിച്ചേരുന്ന ഈ ഒരു സ്ഥലം ഡാലി എന്ന ഈ ഒരു പ്രദേശം നിരവധി പ്രത്യേകതകളുള്ളൊരു പ്രദേശമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ ഒരു പാലമാണ്. ഈ ഒരു പാലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 3 വീലർ മാത്രം പോകാൻ വീതിയുള്ള തരത്തിലാണ് ഈ ഒരു പാലം പണിയെഴുപ്പിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് പണിയെഴുപ്പിച്ചൊരു പാലമാണ്. കാടിൻ്റെ മനോഹാരിത എടുത്തു കാണിക്കുന്ന രീതിയിൽ തന്നെ പാലത്തിൽ കയറി നമ്മൾ താഴോട്ട് നോക്കുന്ന സമയത്ത് 2 വശങ്ങളിലായിട്ടും, അതായത് കൊടുങ്കാടിന് നടുവിലൂടെ ഒരു കാട്ടരുവി ഒഴുകി വരുന്ന ഒരു വൈഡ് ഫീൽ നമുക്കിവിടെ കിട്ടും. ശരിക്കും വെഡ്ഡിങ് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ അധികം ആളുകളൊന്നും എത്തിച്ചേർന്നിട്ടില്ല എന്ന് തോന്നുന്നു. എങ്കിൽ തന്നെയും ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു പ്രദേശം തന്നെയാണ്. ഇവിടെ ഒരു ജനവാസ മേഖലയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പാലത്തിലേക്ക് ഇറങ്ങുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് അവിടം വരെ ജനവാസ മേഖല തന്നെയാണ്. കുറച്ച് വീടുകളും ഒക്കെ തന്നെ ഉണ്ട്. പിന്നെ അതുപോലെ വൈകുന്നേര സമയങ്ങളിലും സന്ധ്യ സമയത്തും ഒക്കെ നമുക്ക് ഈ മണൽത്തിട്ടകളിലും ഒക്കെ വന്നിരിക്കാനും ഒക്കെ പറ്റുന്ന നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ്. ശരിക്കും ഈ ഒരു പാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഴമയുടെ പ്രതീകം എന്നൊക്കെ നമുക്കിങ്ങനെ എടുത്ത് പറയാൻ പറ്റും. ആ പാലം കടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങി ചെല്ലുന്നത് കൊടും വനത്തിനുള്ളിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. അതായത് അതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങളോട് ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാലം കടന്ന് വലത്തേക്ക് നമ്മൾ തിരിയുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ആറിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന ഒരു വഴി ആ ഭാഗത്തുണ്ട്. നിരവധി വലിയ വലിയ മരങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. അതോടൊപ്പം തന്നെ ചില കെട്ടിടങ്ങളൊക്കെ വൈഡ് ആംഗിളിൽ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ കാണാൻ പറ്റും. വഴിയൊക്കെ കുറച്ച് കട്ടറും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള വഴിയാണെങ്കിലും ഓഫ് റോഡ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരു ചെറിയ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇപ്പോൾ നല്ല മഴ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ കുത്തിയൊലിച്ച് പതഞ്ഞൊഴുകുന്ന ഈ ഒരു ആറെന്ന് പറയുന്നത് ഒരു വലിയ പ്രത്യേകത തന്നെയാണ്. അതോടൊപ്പം കുറേ കാഴ്ചകൾ നമ്മൾ കാണാനുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ഫ്രീ ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറേയധികം കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മണൽത്തിട്ട തന്നെ അതിൻ്റെ ഏറ്റവും വലിയൊരു മനോഹാരിതയാണ്. മണൽത്തിട്ടയ്ക്ക് സൈഡിലൂടെയാണ് ആറിങ്ങനെ ഒഴുകിപ്പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ പാലത്തിലൂടെ ഇങ്ങനെ ആളുകളൊക്കെ നടന്നു പോകുന്ന ഒരു കാഴ്ച. ശരിക്കും ഇതുപോലുള്ളൊരു പാലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തൊക്കെ പണിഞ്ഞിട്ടുള്ള നിരവധി പാലങ്ങളുമൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമാണ് ഡാലി പാലം എന്ന് പറയുന്നത്. ചെറിയ കാറ്റുമൊക്കെ ഉണ്ട്, വൈകുന്നേര സമയത്തൊക്കെ നല്ല കാറ്റുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം നല്ല തണുപ്പാണ്, നല്ല തണുപ്പുള്ള വെള്ളമാണ്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കയറി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വനത്തിനുള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതായത് കൊടും വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് നോക്കാം എന്തെല്ലാം കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കാരണം ഈ ഒരു വനത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജനവാസ മേഖല തന്നെയാണ് നമ്മൾ എടുത്തു പറയാനുള്ളത്. അതായത് ഈ ഒരു വനത്തിനുള്ളിലൂടെ ഞങ്ങളിങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞൊരു വനം. സാധാരണ ഒരു വനത്തിനകത്ത് കയറുന്ന സമയത്ത് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും എന്തെങ്കിലുമൊക്കെ അവിടെ കാണാനുള്ളൊരു സാധ്യതയുണ്ടല്ലേ. ശരിക്കും ഇവിടെയും അത് തന്നെയാണ്. അതായത് എന്താണ് എപ്പോഴാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെയുള്ളൊരു വഴികളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. കാരണം ഉൾവനം നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും വന്യമൃഗങ്ങളൊക്കെ ധാരാളമുള്ള, ശരിക്കും പറഞ്ഞാൽ ഈ അടുത്ത സമയത്തൊക്കെ കാട്ടാനെ അടക്കം കണ്ടിട്ടുള്ള പ്രദേശമാണ്. ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബോർഡും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു വഴി കാണുന്ന സമയത്ത് ഒരുപക്ഷെ നമുക്ക് തോന്നും വലിയ വീതിയുള്ള 4 വീലറൊക്കെ പോകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വഴിയാണ് എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്നുണ്ടെങ്കിലും ഒരിക്കലും അതല്ല. ഇവിടെ ഒരു 3 വീലർ മാത്രമേ സഞ്ചരിക്കാൻ പറ്റൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വാഹനം വരണമെങ്കിലും എപ്പോഴും ആ ഒരു പാലം കടന്നിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുട്ടിക്കുരങ്ങനെയൊക്കെ കാണാം. പിന്നെ അതും കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുന്ന സമയത്ത് 2 സൈഡിലും കൊടുംവനമാണ്. ഞാനിവിടെ നേരത്തെ പറഞ്ഞു ജനവാസ മേഖലയെന്ന് പറഞ്ഞു. നമ്മൾ ആ ഒരു വഴി ചെന്നെത്തുന്ന ഒരു ചെറിയ പോയിന്റ് ഉണ്ട്. ആ ഒരു പോയിന്റിലേക്ക് ചെല്ലുന്ന സമയത്ത് ഫാം പോലെ അവിടെ അത്യാവശ്യം ജോലിക്കാരൊക്കെ താമസിക്കുന്ന രീതിയിലുള്ള കുറച്ച് ചെറിയ കുടിലുകളും
പിന്നെ അവിടെ ഒരു ഒറ്റപ്പെട്ട ഒരു വീടും ഒക്കെ തന്നെയുണ്ട്. ശരിക്കും ഈ വീട്ടിൽ താമസിക്കുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 കിലോമീറ്ററെങ്കിലും സഞ്ചരിച്ചെങ്കിൽ മാത്രമേ അവർക്ക് റോഡിലേക്ക് എത്തിച്ചേരാൻ പറ്റൂ. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ടിയിട്ട് അവർ അത്രത്തോളം ദൂരം സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോവുകയാണ്. ഇനി എന്താണ് അടുത്ത കാഴ്ചകൾ എന്നുള്ളതാണ് ഞങ്ങൾ നോക്കുന്നത്. പല ഭാഗങ്ങളിലും കാരണം ആനയൊക്കെ ഇറങ്ങിയിരുന്ന അടയാളങ്ങളൊക്കെ ഉണ്ട്. മരങ്ങളൊക്കെ ചവിട്ടി നശിപ്പിച്ചിട്ടേക്കുന്നതും ഒക്കെ തന്നെ നമുക്ക് വഴിയിലിങ്ങനെ കാണാൻ പറ്റും. ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ മഴയുള്ള സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു അഡ്വഞ്ചർ ട്രിപ്പൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മഴയുള്ള സമയത്ത് തന്നെ നമ്മൾ പോകണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു മനോഹാരിത പൂർണ്ണമായിട്ടും നമുക്ക് കിട്ടൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ഫീൽ തന്നെയാണ് മഴയുള്ള സമയത്ത് യാത്ര ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതോടൊപ്പം തന്നെ കുറച്ച് പേടിയും ഒക്കെ ആകുമ്പോഴാണ് ഒരു അഡ്വഞ്ചർ ട്രിപ്പ് നമ്മളിലേക്ക് പൂർണ്ണമായിട്ട് എത്തിച്ചേരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവർക്ക് നിലമേലിൽ നിന്ന് കടയ്ക്കൽ വഴി 26 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഡാലിയിൽ എത്തിച്ചേരാം. ഇനി അഞ്ചലിൽ നിന്ന് വരുന്നവർക്ക് 23 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കുളത്തൂപ്പുഴ വഴി ഡാലി എന്ന ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേരാം. പിന്നെ കുളത്തൂപ്പുഴ ജംഗ്ഷനിൽ നിന്ന് വെറും 5 കിലോമീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ളത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.